ഹലോ നമസ്കാരം ഫ്രണ്ട്സ്. ഇന്നത്തെ സെഷനിൽ ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് രണ്ട് അപ്ഡേറ്റ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഫസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ കെ ഡി പ്രതാപൻ്റെ ബെയിൽ ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അത് ജസ്റ്റിസ് സി എസ് ദിയ സാറിൻ്റെ ബെഞ്ചിലാണ് അത് പരിഗണിച്ചത്. ഇന്ന് ബഹുമാനപ്പെട്ട എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് അവരുടെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ സാറ് ഇന്നാണ് കൗണ്ടർ അഫിഡവിറ്റ്. കാരണം കഴിഞ്ഞ സെഷനിൽ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് സി എസ് ദയ സാർ ചോദിച്ചിരുന്നു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ബെയിൽ ആപ്ലിക്കേഷൻ ഒബ്ജക്റ്റ് ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റെ കൗണ്ടർ റെസ്പോൺസ് അഥവാ കൗണ്ടർ അഫിഡവിറ്റ് സമർപ്പിക്കണമെന്ന് പറഞ്ഞിരുന്നു. അത് ബഹുമാനപ്പെട്ട എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ള പബ്ലിക് പ്രോസിക്യൂട്ടർ ഇന്നാണ് അത് സബ്മിറ്റ് ചെയ്തിരിക്കുന്നത്. സോ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വാദങ്ങൾ കേൾക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജസ്റ്റിസ് സി എസ് ദിയ സാറിൻ്റെ ബെഞ്ച് ഈ ബെയിൽ ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഹിയറിങ്ങിന് വേണ്ടി ഇപ്പോൾ 11th സെപ്റ്റംബറിലേക്ക് ആ കേസ് പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് അപ്ഡേറ്റ് നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യാനുള്ളത്. അതിപ്പോൾ ബെയിൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ പരിഗണിക്കുന്നത് 11th സെപ്റ്റംബറിനാണ്. ഓക്കെ. രണ്ടാമത്തെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ 23rd ഓഗസ്റ്റിന് ജസ്റ്റിസ് വി ജി അരുൺ സാറിൻ്റെ അന്ന് വി ജി അരുൺ സാറിൻ്റെ ബെഞ്ചിലല്ലായിരുന്നു, ജസ്റ്റിസ് പി എം മനോജ് സാറിൻ്റെ ബെഞ്ചിലായിരുന്നു അരുൺ സാറിൻ്റെ ആബ്സെൻസിൽ. അപ്പോൾ അന്ന് കേസുകളുടെ എണ്ണം കൂടുതലായതുകൊണ്ട് അന്ന് ഹിയറിംഗ് ഒന്നും നടന്നില്ല. സോ അത് വേറെ ഒരു ഡേറ്റിലേക്ക് പോസ്റ്റ് ചെയ്യുമെന്ന് ഞാൻ നിങ്ങളോട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതെന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട കോമ്പറ്റൻ്റ് അതോറിറ്റി വീണ്ടും പ്രൊവിഷണൽ അറ്റാച്ച്മെൻറ്റ് റീഇൻസ്റ്റേറ്റ് ചെയ്തതിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമായിട്ടാണ് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ മാനേജ്മെൻറ്റ് റിട്ട് പെറ്റീഷൻ സമർപ്പിച്ചിരുന്നത്. അപ്പം എന്തുകൊണ്ടാണ് നിങ്ങൾ വീണ്ടും പ്രൊവിഷണൽ അറ്റാച്ച്മെൻറ്റ് ചെയ്തത്, അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള വാദങ്ങൾക്ക് വേണ്ടിയുള്ളതായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ ഉള്ള അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട വി ജി അരുൺ സാറിൻ്റെ ബെഞ്ചിൽ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് മാനേജ്മെൻറ്റ് അർജൻറ്റ് പെറ്റീഷൻ ഫയൽ ചെയ്തായിരുന്നു കേസ് ഹിയറിങ്ങിന് വേണ്ടി. അങ്ങനെ അത് പരിഗണിക്കുകയും നാളത്തേക്ക് എന്ന് പറഞ്ഞാൽ 3rd സെപ്റ്റംബർ നാളത്തേക്ക് ജസ്റ്റിസ് വി ജി അരുൺ സാറിൻ്റെ ബെഞ്ചിൽ അത് പരിഗണിക്കുന്നതാണ്. ഐറ്റം നമ്പർ 602 ആയിട്ടാണ് അത് പരിഗണിക്കുന്നത് നാളത്തെ സെഷനിൽ ജസ്റ്റിസ് അരുൺ സാറിൻ്റെ ബെഞ്ചിൽ. അപ്പോൾ ഈ രണ്ട് കേസ് അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ സെഷനിൽ വന്നത്. സോ ഹോപ്പ്ഫുള്ളി എല്ലാം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഫസ്റ്റ് അപ്ഡേറ്റ് ഞാൻ പറഞ്ഞതുപോലെ ഇനിയിപ്പോൾ ബെയിൽ ആപ്ലിക്കേഷൻ ഇനിയിപ്പോൾ പരിഗണിക്കുന്നത് സെപ്റ്റംബർ 11th ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ കെ ഡി പ്രതാപൻ്റെ ബെയിൽ ആപ്ലിക്കേഷൻ 11th സെപ്റ്റംബറിന് പരിഗണിക്കുന്നതാണ്. ഇനി രണ്ടാമത്തത് എന്ന് പറഞ്ഞാൽ ബഡ്സ് ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പ്രൊവിഷണൽ അറ്റാച്ച്മെൻറ്റ് വീണ്ടും റീഇൻസ്റ്റേറ്റ് ചെയ്തതുമായിട്ടുള്ള ഹിയറിംഗ് ഇപ്പോൾ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് മാനേജ്മെൻറ്റ് അർജൻറ്റ് പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുണ്ട്. സോ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ജസ്റ്റിസ് വി ജി അരുൺ സാറിൻ്റെ ബെഞ്ചിൽ നാളെ ഐറ്റം നമ്പർ 602 ആയിട്ട് പരിഗണിക്കുകയാണ്. ഓക്കെ. അപ്പോൾ ഹോപ്പ്ഫുള്ളി ഹൈറിച്ചിൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന മെമ്പേഴ്സിനോട് ഈ അപ്ഡേറ്റ്സുകൾ ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയാണ് വന്നത്. അതുപോലെ നമ്മുടെ നെഗറ്റീവ് കമൻസ് ഇടുന്ന സുഹൃത്തുക്കൾ അവരും പല പല കമൻസൊക്കെ നമ്മുടെ താഴെ മുൻ വീഡിയോ സെഷൻ്റെ താഴേക്ക് വന്ന് രേഖപ്പെടുത്തി പുതിയ അപ്ഡേഷനൊന്നും ഇല്ലേ എന്നൊക്കെ ചോദിച്ചു ഉള്ള മെസ്സേജസൊക്കെ കണ്ടു. അപ്പോൾ ഇതാണ് ഈ രണ്ട് പുതിയ അപ്ഡേറ്റുകൾ ഒന്ന് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ സെഷനിൽ വന്നത്. സോ എല്ലാം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. So have a great day. Thank you very much. Take care.